അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സൺഡേ റൈഡ് പോകുന്ന വീഡിയോ ആണ്. അപ്പം സമയം ഇപ്പോൾ എത്രയാണെന്ന് നോക്കിയില്ല, വാച്ച് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ എന്തായാലും സമയം എത്രയായി, ഒരു 6:30 ആയിട്ടെന്ന് തോന്നുന്നു. രാവിലെ 6:30ക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്യൂൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പെട്രോൾ ഇല്ല വണ്ടിക്കകത്ത്. അപ്പം പെട്രോൾ അടിച്ച് വണ്ടി ഒന്ന് നിറച്ച് എന്നിട്ട് നമ്മുടെ മീറ്റപ്പ് പോയിന്റിലെത്തിയിട്ട് വരാം. ഭയ്യ 620 620 പെട്രോൾ അടിക്കാന്ന് വെച്ച് എന്തായാലും അടിക്കട്ടെ. കരുതിയ രണ്ട് കട്ടുള്ളായിരുന്നു. പിന്നെ 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഫുൾ ടാങ്ക് ആയ. അപ്പോൾ ഗായ്സ് ഫ്യൂലൊക്കെ കഴിഞ്ഞു. എടാ നിന്റെ ജാഗ്വാർ പിന്നെ ഗായ്സ് ചെറുതായിട്ട് വിൻ്റർ തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുമ്പം നേക്കഡ് ഐസിൽ കാണുന്ന കണക്ക് ക്യാമറ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ടിലോട്ട് കുറച്ച് വിസിബിലിറ്റി ഒക്കെ കുറയുന്നുണ്ട്. അങ്ങ് ഫോഗ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെ ചെറുതായിട്ട് വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. തണുപ്പുണ്ട്. അന്ന് നമുക്ക് ഓക്കെ മാനേജബിൾ തണുപ്പാണ്. ഇപ്പം ഞാൻ ഇപ്പം ജാക്കറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിപ്പം ഇനി അങ്ങോട്ടും കയറി തണുപ്പ്, അപ്പോഴാണ് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പം നല്ല തണുപ്പ്. ഇങ്ങനെ ജാക്കറ്റായിട്ട് മോർണിംഗ് റൈഡൊക്കെ നടക്കുമെന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അവിടെ ഇപ്പോൾ എത്തും. നമ്മുടെ സ്ഥിരം റൂട്ട് ഇതാണ്, അറിയാമല്ലോ പിന്നെ എല്ലാവർക്കും. ഇപ്പം വന്ന് എല്ലാ വീഡിയോയും കണ്ട് സ്ഥിരം റൂട്ട് മനസ്സിലായി കാണും. पता है पेट्रोल भरने के लिए गया था। नहीं चलो फिर लाइन अप करो। चलो आ जाओ लाइन अप चलो। गाइस നമ്മൾ ലേറ്റ് ആണ്. കേട്ടില്ല. എടാ സിബ് പൊട്ടിപ്പോയതായിരിക്കുംടാ. തല പുറത്തിട്ടിരിക്കുന്ന തല പുറത്തിട്ടിരിക്കും. നോക്കി ഞാൻ ഒരു പരിപാടി ചെയ്ത് തരാം. സിബേ അല്ലല്ല, അങ്ങനെ ഇട്ടേക്ക്. അപ്പോൾ അവൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മാക്സിമം തലയുടെ വണ്ടി ഇവിടുന്ന് ഇവിടെ വരും, അല്ലാതെ വരത്തില്ല. തല പുറത്തിട്ടോട്ട് നോക്കിക്കോണേ. എടാ നീ ഇവിടെ നോക്കിയാൽ മതി, ഈ സൈഡ്. എടാ ഇവിടെ നീ ഇങ്ങനെ പിടിച്ചേക്കടാ. എടാ മണ്ടകുത്തി ഇവിടെ പിടിച്ചേക്ക. നിനക്ക് ഇവിടുന്ന് വരുമ്പോൾ അറിഞ്ഞൂടെ? അവള് വരത്തില്ല. നമുക്കിനി പിന്നെ സെറ്റ് ചെയ്യാം നാളെ തൊട്ട്. जिप आज इसको दौड़ाने में बहुत मजा आएगा. इसको मिलेगा होता है.
അപ്പോൾ ഗായ്സ് നമ്മുടെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാന് എന്ന് പറഞ്ഞാൽ മനുവാക്കേട്ടേല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ലൈക്ക് അറൗണ്ട് 60 കിലോമീറ്റേഴ്സ് വൺ സൈഡ് ഉണ്ട് എന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം സമയം ഏകദേശം 7 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. വാച്ചില്ലാത്തതുകൊണ്ട് അറിയാൻ വയ്യ. പിന്നെ ഇതിനകത്തുള്ള സമയം തെറ്റായി ശരിയാക്കണം. വണ്ടിക്കകത്തുള്ള സമയം എനിക്ക് തെറ്റായിട്ട് കാണിക്കത്തുള്ളൂ. അപ്പം ഒരു 7 മണിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. അവിടെ എന്താണ് സംഭവം, എന്തൊക്കെ ഉണ്ട് എന്നെല്ലാം കാണിച്ചു തരാം. അപ്പം എൻജോയ് ദ റൈഡ്. അപ്പോൾ ഗൈസ് ന്യൂ ഫിയർ അൺലോക്ക്. ഇതോ നോക്ക്, വാർണിംഗ് ലൈറ്റ് വന്നു. ഇഷ്യൂ എന്താ കാണിക്കുന്നത്, ലോ ഓയിൽ പ്രഷർ. അപ്പോൾ ഓയിൽ പ്രഷർ എങ്ങനെ ലോ ആയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നുകൊണ്ട് കാണിക്കണം ഓയിൽ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. ഇതെങ്ങനെ കുറയുന്നു, എവിടുന്ന് ലീക്കാ എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും കണ്ടുപിടിക്കണം, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് നമ്മളൊരു 10-40 കിലോമീറ്റർ ഇപ്പം കവർ ചെയ്തു. ഇനി ഒരു 20-21 കിലോമീറ്റർ കൂടെ അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അത്ര കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തത്തുള്ളൂ. സ്റ്റിൽ മൂവിങ് ഓൺ. എല്ലാവരും ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരുന്നു. ബാക്കിൽ മൊത്തം ആൾക്കാർ പോകുന്നു. അവർ ഫുൾ ആൾക്കാരായിട്ടാണ് പോകുന്നത്. വീഡിയോ എടുത്ത് പോകുന്നുണ്ട. ആ വീഡിയോ ഒക്കെ കിട്ടും, അതൊക്കെ കിട്ടണം, എല്ലാം കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ഇറങ്ങാനല്ല പറഞ്ഞ. ഹലോ प्रशांत, अरे लो ऑयल प्रेशर. नहीं तो ऑयल कम डाला है उन लोग ने, नहीं तो ऑयल लीक हो रहा है, कुछ तो हो रहा है. कर അല്ലേ ഗായ്സ്, ഫ്രണ്ടിൽ ഫുൾ ഫോഗ്. ബാക്കിൽ നിന്ന് ചെറിയ ഇളം ചൂട് സൂര്യൻ തരുന്നു, ഫ്രണ്ടിൽ നിന്ന് തണുപ്പും വരുന്നു. ഭയങ്കര ഒരുമാതിരി കുളിരുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഹൈവേന്ന് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറയട്ടെ. ഹൈവേന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഇച്ചിരി അകത്തോട്ട് പോവാ. ഇനി ഹൈവേ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും അങ്ങോട്ട് പോകാം. നമ്മുടെ റോഡ് തീർന്നു. ഇനി ഇതിപ്പോൾ വില്ലേജിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന പോലെ ഒരു ഫീലുണ്ട്. ഇതെങ്ങോട്ടാ പോയെന്ന് നോക്കാം.
നമ്മൾ വിചാരിച്ചെങ്കിൽ വലിയ ഓഫ് റോഡൊന്നും ഇല്ല കേട്ടോ, നോർമൽ തന്നെ തമ്പം തന്നെ. നമ്മുടെ നാട്ടിൽ വയലിൽ കയറുന്ന കണക്ക് ഇവിടെ വന്ന് കയറി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ കയറണ്ട, നമുക്കൊന്ന് ആദ്യം സെറ്റായിട്ട് പിന്നെ കയറാം. വയലല്ല, ഒരു മുട്ടക്കുന്നിലോട്ട് മണ്ടലോട്ട് കയറുന്ന മുട്ടക്കുന്ന് പക്ഷെ കൊള്ളാം. കുറച്ചും കൂടെ നേരത്തെ വന്നാൽ കുറച്ചും കൂടെ ഒരു ഫോഗ് വൈബൊക്കെ കിട്ടും. ചുമ്മാ ഇവിടം വരെ വന്നത് ഒരു ട്രിപ്പ്, അത്രേ ഉള്ളൂ. എല്ലാം യു ക്യാൻ കീപ് ഇറ്റ് ഡൗൺ. പിടിച്ചേ. पता नहीं. मेरा गाड़ी तो वैसे भी हिल रहा है. കുറച്ച് പേര് തങ്ങിയ മൂലിക അവിടെ കുന്നിൻ്റെ വണ്ടി നിൽക്കുന്നു. प्रशांत कुछ बोलना है क्या? क्यों क्या बोलना? कुछ नहीं बोलना. पारे अत्रे. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഘോഷ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മൊട്ടക്കുന്നിലാണ്. മൊട്ടക്കുന്നിൽ വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ കണ്ടില്ല കുറച്ച് പേര് ഇത് ഓഫ് റോഡാന്ന് പറഞ്ഞ് വന്നേക്കാണ്. ഇത് ഓഫ് റോഡല്ല, ഇത് മൊട്ടക്കുന്നാണ്. रास्ता खुद बना रहा है, जा रहा है. वहाँ कोई कुछ देखने के लिए है क्या? देखने के लिए कुछ नहीं है, सब ऐसा. प्रशांत जाओ. ഇപ്പം വീണാനായിരുന്നു പുല്ല്. അയ്യോ പുല്ല്, അയ്യോ ക്യാമറ. ഓക്കെ.
ഓ എക്സോസ്റ്റ് അരിഞ്ഞിരിക്കുന്നു. നോ വീഴാൻ പോണേ. പയ്യെ 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 പയ്യെ. വീടിക്കകത്ത് സ്റ്റീപ്പായിട്ട് കാണിക്കുന്നില്ല ഇവിടെ. മറ്റേ ടയറിനകത്ത് മൊത്തം വെള്ളം കയറിയും പിന്നെ ഇതൊക്കെ കാരണം ഓ കുഴി കുഴി. അമ്മേ ദേഹത്ത് മൊത്തം കൊണ്ട്. रुक जा रुक जा. यहाँ सही से बर्नआउट भी मार सकता है. यहाँ कर सकता है मगर टायर ये ചെറുതായിട്ടൊന്ന് ബണ്ട് അടിച്ചേക്ക് നോക്കൂ. അതിസാഹസികമായി ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തി. എനിക്ക് കൊണ്ടെത്തിച്ച് TVS റോണിൻ, ഹിമാലയൻ പുതിയത്, ഹിമാലയൻ പഴയത്, ഹിപ്ലിൻ, വേറെ TVS റോണിൻ, പിന്നെ ഹോണ്ട CB350 എല്ലാം കൊണ്ടുവച്ചു. ഇനി ബാക്കിയുള്ളവരിതോ അവിടെ കാണാൻ വരുന്നുണ്ടോ അറിയാതെ മണ്ടലിതോ അവിടെ എല്ലാവരും നിൽപ്പുണ്ട്. അവിടെ നിന്ന് എല്ലാവരും താഴെ വരണം ഒന്നൊന്നായിട്ട്. ബൈക്കൊക്കെ തന്നെ ലൈനപ്പ് ചെയ്ത് നിർത്തിയത്. മണ്ടേ ഡ്രോൺ എല്ലാ വണ്ടിയും ഇവിടെ വന്നിട്ടുള്ള എല്ലാ വണ്ടിയും തന്നെ ലൈനപ്പ് ചെയ്ത് നിർത്തി. പിന്നെ ഇത് ചെറിയ അവരുടെ വീഡിയോ ഷൂട്ട് ഒക്കെ ഉണ്ട്. കുറച്ച് പേര് വണ്ടി വയ്ക്കുന്ന അവരിനി തിരിച്ച് താഴോട്ട് വരണം. വണ്ടി गिरना है क्या? मुझे गिरना है. बहुत सही फोटो आई है. देख भाई सही है. भेज दे रहा मुझे. सही वाला है. मैं बाइक से एयर पे हूँ. वो वाला फोटो में करना. दिखाए ना इसको, दिखाना देखना. नोकड़ा कोल्लाड़ा भैया दिखाना एक बार. हाँ? उसका फ्रंट वाला बैक वाला एलॉय बेंड है तो देख के फिर हैंडल अभी आगे की ओर आ गया था अभी जंप करते टाइम. अरे बाप रे बाप. हाँ अभी ये गाड़ी पूरा वाइब्रेट करते हैं ना, लाइक बहुत वाइब्रेशन है इसमें. अच्छा. जैसे नॉर्मल डोमिनार से ज़्यादा वाइब्रेशन है इसमें. अच्छा अच्छा. मेरा 2 बार एक्सीडेंट हुआ था तो चेंज नहीं है चीज़ें इसमें. नहीं चेंज तो है मगर प्रॉपर एक्सीडेंट नहीं हुआ था. एक बार डिवाइडर में घुस गया था, नेपाल गया था. ये 400 है ना? हाँ 400 ही है. नेपाल गया था तब एक बार डिवाइडर में हो गया था. देख रहे हैं. बारी तो नहीं लग रही. बारी तो नहीं लग रही है. हैंडल थोड़ा पीछे की ओर कर दो आपके हिसाब से. क्या कर रहे? हैंडल अभी आगे की ओर हो गया ना अभी.
तो अगर मैं बाद में मैं कर देता हूँ, मैं हाथ से करता हूँ ना। अरे अभी हाँ यहाँ से घूम गया क्या? हाँ वहाँ से घूमता है ना, मैं कितने भी टाइट करो वो घूम जाता है। ढीले हो गए होंगे ना? नहीं मैं टाइट किया फिर इसके अंदर, मतलब ये अपराइट पोजीशन के बजाय ये बताएं, ये इसकी चूड़ियां ढीली हो गई हैं इस वजह से। हाँ। हाँ अभी हैंडल पूरा चेंज करना पड़ेगा ये। नहीं, इस हैंडल बार का जो वो होता है, यहाँ पे जो वो होता है ना, हाँ। वो कट बने होते हैं। हाँ वो चेंज करना पड़ेगा अभी। हाँ वही चूड़ियां। हैं? नहीं वो टाइट करने के लिए होता है। नहीं मैंने टाइट किया, मुझे पता है। मैं अभी ये है ना, इसका ढीला हो चुका है, तो ये कितना भी टाइट होगा तब भी वो इसके अंदर नहीं, मैं नेपाल में गया था तब डिवाइडर में घुस गया था मैं सीधा, तब उसके बाद से ये ढीला है। कुछ तो दिक्कत है इसमें। नहीं, वो एक्चुअली क्या हुआ है ना, जब तो डिवाइडर को घुसा तो वो 4 से आगे हो गया। हाँ तो जो वो कसा हुआ था हाँ। अपने फुल पॉइंट पे, हाँ तो वो ढीला हो गया। हाँ तो वो चक्कर हो गया। स्टार्ट करते हैं, आपको पता चल जाएंगे वाइब्रेशन इतना ज़्यादा आ रहा है। ഏതൊക്കെയൊക്കെയോ വഴി കൂടെ കയറി എവിടെ നിന്നൊക്കെയൊക്കെയോ ഇറങ്ങുന്നുണ്ട്. എവിടം വരെ എത്തുമെന്ന് നോക്കാം. അടുത്ത വാട്ടർ ക്രോസിങ്. വേണ്ട 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 വേണ്ട, അന്ന് ഇറങ്ങിക്കോ 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 ഇറങ്ങിക്കോ. പ്രശാന്ത് ട്രാക്ഷൻ. പ്രശാന്തിൻ്റെ വണ്ടിക്ക് ട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഓഫ് ചെയ്യണം, നല്ല പറ്റൂ. നമ്മുടെ വണ്ടിക്ക് അതിന് റോ മെഷീനാണല്ലോ, ഒരു തേങ്ങയില്ല, അത് മതി. ഓ ഓ ഓ ഓ ഓ നമ്മൾ സിമ്പിളായിട്ട് കയറി പോകും. അടുത്ത വഴി കണ്ടുപിടിച്ച് പോവുകയാണ് എല്ലാവരും കൂടെ. നമുക്ക് ആ വഴി പിടിക്കണ്ട, നമുക്ക് നടുക്കൂടെ വഴി ഉണ്ടാക്കിയ വഴി കൂടെ അങ്ങ് പോവാം. വണ്ടി അവിടെ ചാടിച്ചപ്പോൾ എന്തോ ഒരു വൈബ്രേഷൻ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇങ്ങനെ കളിച്ചു കിടന്ന് അപ്പോൾ നമ്മൾ തിരിച്ച് ഹൈവേയിലോട്ട് കയറും. ചിലപ്പം ഏതെങ്കിലും ഡാബയിലോട്ട് പോവും, ഫുഡടിക്കും, എന്നിട്ട് എല്ലാവരും തിരിച്ച് പിരിയും. അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പോൾ ഗായ്സ് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോട്ടെ, കുറച്ച് ദൂരം പോകണം. എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞൂടാ. എല്ലാവരും ഒന്നൊന്നായിട്ട് ഇങ്ങനെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുതിയൊരു ധാബയിലോട്ട് പോയി. ഇതാണ് പുതിയ ധാബ, AC കൊള്ളക്കിട്ടിലും ധാബ. അപ്പോൾ എല്ലാവരും ഇപ്പം കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ, നമുക്ക് നോക്കാം ബാക്കി. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഗൈസ് കഴിച്ച് കഴിഞ്ഞ് എത്രയും പേര് എല്ലാവരും കഴിച്ച് കുളമാക്കിയിട്ടേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇറങ്ങുക. ഇവിടെ നേരെ എന്താ പറയാനുണ്ടോ, എല്ലാം പറയാനുണ്ടോ? പറ. എൻ്റെ പട്ടിക്കുഞ്ഞ് താഴെ കിടന്നുറങ്ങും. അതിനിങ്ങനെ ഇടിച്ച് കയറണ്ട, നീ പല്ല അറിഞ്ഞാൽ മതി. മാഫിയ ഇതോ അവിടെ കിടന്നുറങ്ങും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഇവരെ എല്ലാവരും കൂടെ മൂട്ടക്കുണ്ണി കയറി കൊണ്ടുപോയിട്ട് അവിടെ ഓഫ് റോഡാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ബൈക്കിൽ പോയി കളിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിരിക്കുവാണ്. എല്ലാം കഴിച്ച് ഫുഡ് ചോല ഭട്ടൂര് അതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇതാ പോവുക. ഇച്ചിരി ഇച്ചിരി സ്പീഡിലേക്ക് പോകുന്നത്. ചുമ്മാ ബോറൊക്കെ അടിക്കുന്നു. മാഫിയ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോവാണെങ്കിൽ ജയശ്രീയും പ്രശാന്തും നിൽക്കുന്നു. ഞങ്ങൾ ഇതിനെ ബാഗിലോട്ട് മാറ്റാൻ പോകും. എത്ര നേരം ബാഗ് കൈ ഇരുന്നിട്ട് നമ്മൾ ചെറുതായിട്ട് 100 മണ്ടയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്ക് ഇതാവുന്നു. അതുകൊണ്ട് നമ്മൾ ബാഗിനകത്ത് ഏറ്റവും തിരിച്ച് വേണ്ടപ്പോൾ ഒന്നേ. അപ്പോൾ ഗായ്സ് എന്തായാലും നമ്മൾ ഓടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അങ്ങ് അമർത്തിയേക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ ഗായ്സ്, സൈനിങ് ഔട്ട്.